അണ്ടർവെയറിനെ ഒരു കേസിന്റെ എവിഡൻസ് ആയി കൺസിഡർ ചെയ്യുക. മാത്രവുമല്ല, ഈ അണ്ടർവെയറിൽ വരെ കൃത്രിമത്വം നടത്തുക, അതും അഭിഭാഷകനും ക്ലർക്കും ചേർന്ന്. കേട്ടിട്ട് വിരളമായി തോന്നുന്നുണ്ടല്ലേ? സംഭവം ഇത്തരത്തിലുള്ള ഒരാൾക്ക് ജനപ്രതിനിധിയായിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഹലോ, നാർക്കോട്ടിക് കേസിൽ അഭിഭാഷകനായിരിക്കെ തൊണ്ടി മുതൽ, അതായത് എവിഡൻസ് നശിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ MLA ആന്റണി രാജുവിനെതിരെ കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സംഭവം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് ഇത്തരത്തിൽ MLAക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വിധി വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴല്ല, കുറച്ച് പണ്ടത്തെയാണ്. 1990-ൽ ആൻഡ്രോ സാൽവത്തോർ എന്ന ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അണ്ടർവെയറിലൂടെ ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച കേസിലായിരുന്നു ഈ പറയുന്ന ആന്റണി രാജു അഭിഭാഷകനായിരുന്നത്. ഈ പറയുന്ന തൊണ്ടി മുതൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ആ സമയം തൊട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാൽവത്തോർ തന്റെ സ്വകാര്യ വസ്തുക്കൾ തിരിച്ചു നൽകണമെന്ന് കോടതിയിലെടുത്ത് അപേക്ഷിക്കുകയും അതിന്റെ ഭാഗമായി ക്ലർക്ക് മുഖാന്തരം ഈ പറയുന്ന വസ്തുക്കൾ ആന്റണി രാജുവിന് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിൽ പ്രധാന എവിഡൻസ് ആയിട്ടുള്ള അടിവസ്ത്രം കൂടി ഉൾപ്പെട്ടതായി ഒരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ അടിവസ്ത്രം കോടതിയിൽ തിരിച്ചേൽപ്പിക്കുകയും ഇതിന്റെ ഭാഗമായി വിചാരണയ്ക്ക് ശേഷം 10 വർഷത്തോളം ഈ പറയുന്ന സാൽവത്തോറിന് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഈ പറയുന്ന സാൽവത്തോർ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും അതിന്റെ ഭാഗമായി ഈ പറയുന്ന അണ്ടർവെയർ ധരിപ്പിച്ചു നോക്കുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തുകയും, എന്നാൽ ഇതിൽ അണ്ടർവെയർ ഈ പറയുന്ന പ്രതിക്ക് പാകമാകില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 1991 ഫെബ്രുവരിയിൽ പ്രതിയെ വെറുതെ വിടുകയാണ് അവിടെ ചെയ്തത്. എന്നാൽ തെളിവുകളിൽ കൃത്രിമത്വം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ കോടതി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിജിലൻസ് അന്വേഷണം നടത്തുകയും അതിന്റെ ഭാഗമായി ആന്റണി രാജുവും ക്ലർക്കും തമ്മിൽ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ പറയുന്ന അണ്ടർവെയർ പ്രതിക്ക് പാകമാകാത്ത രീതിയിൽ മാറ്റിയെന്നും തിരിച്ചറിഞ്ഞു. സംഭവം ഇന്ത്യൻ പൗരൻ പോലുമല്ലാത്ത ഒരാളെ, ഇത്തരത്തിലുള്ള വിദേശ പൗരനെ, അതും ആളുടെ പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ, അതും മർഡർ കേസ് പോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളും ഡ്രഗ് അഡിക്റ്റുമായിട്ടുള്ള ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ അഭിഭാഷകനായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആന്റണി രാജു ചെയ്തിട്ടുള്ളത്. സംഭവം ഇത്തരത്തിലുള്ള ഒരാൾക്ക് ജനപ്രതിനിധിയായിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വിധി വന്നിരിക്കുന്ന ഈ ഒരു കേസിൽ ഗുരു നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. എനിവേ, ശുക്രിയ.